പറയണമെന്നില്ല, നീ ഒക്കെ എല്ലാരും കൂടിയിട്ട് ഇങ്ങനെ ഒരാളെന്നെ അങ്ങനെ ഒരു കാര്യം പറയുമ്പോ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഞങ്ങളുടെ പുതിയ വീട് കാണിച്ചു തരാം. ഇതാണ് ഞങ്ങളുടെ വീട്. സെൽഫിഷിനുള്ള പണിഷ്മെന്റ് ആണ്. ഗായ്സ് ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാൻ അത് ഉണർന്നിട്ട് ഇവിടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ മാത്രമല്ല വേറൊരാളും കൂടി കാണിച്ചു തരാം. മാളു, ഇതാണ് ഞങ്ങളുടെ മാളു. അപ്പോൾ ഉണർന്നിങ്ങനെ വന്നിരിക്കുകയാണ്. നമുക്ക് ബാക്കി കാര്യങ്ങൾ കാണാം. അപ്പോൾ ഞങ്ങളുടെ വീടുള്ളത് ഞങ്ങൾ എറണാകുളത്ത് വടുതല പറഞ്ഞിട്ടൊരു സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. ഞങ്ങളുടെ ആദ്യം വീടുണ്ടായിരുന്നത് നമ്മുടെ ഒരു എളംകുളം പറഞ്ഞിട്ടൊരു സ്ഥലത്തായിരുന്നു. അവിടെയാണ് ഞങ്ങൾ വീട് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഗായ്സ് ഇതാണ് ഞങ്ങളുടെ വീട്, പുതിയ വീട്. ഞങ്ങളുടെ മുന്നത്തെ വീടിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഭയങ്കര സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള വീടാണ്. അതിനേക്കാളും ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഈ കാണുന്ന കായലാണ്. ഫ്രണ്ടിൽ തന്നെയാണ്, ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലാണ് ഈ കായൽ പറയുന്നത്. ഭയങ്കര പോസിറ്റീവാണിത്. കാരണം എന്നും രാവിലെ ഇങ്ങനെ വന്ന് നോക്കുമ്പോഴൊക്കെ ഭയങ്കര നമ്മൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു സംഭവമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഇതുണ്ട് ഒരുപാട് വലകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇവിടെ. അങ്ങ് ദൂരെ ഇവിടെ. ഹായ് ചേട്ടാ. ഹായ്, എന്താ പേര്? ബേബി. ചേട്ടൻ ഇവിടെ ഇതിങ്ങനെ ഇത് പിടിക്കാൻ തന്നെയാണോ മീൻ ഇങ്ങനെ വല? അത് ശരി. ഓക്കെ. എൻ്റെ വീട് ഇവിടെ എടപ്പാള്. അവിടെ പാലക്കാടിൻ്റെ മലപ്പുറത്തിൻ്റെ ബോർഡറാണ്. ഞങ്ങളിത് അവിടെ ഈ വീട്ടിൽ ഇങ്ങനെ വന്ന് താമസിക്കുക. ഞങ്ങൾ ഒരു വർക്ക് ഒരു മ്യൂസിക് ബാൻഡാണ്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഈ ചേട്ടൻ അവിടെ വരുന്നത്. പെട്ടെന്ന് ക്യാമറ തിരിച്ചപ്പോഴാണ് ആളിങ്ങനെ വന്നത്. അപ്പോൾ അങ്ങനെ ചേട്ടനായിട്ട് സംസാരിച്ചതാണ്. ചേട്ടൻ ഈ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള വീട്ടിൽ തന്നെയാണ്. ഞാൻ ഇതുവരെയായിട്ട് കണ്ടിട്ടില്ല ആളെ. ഓക്കെ. അതെ. ചൂണ്ടിട്ട് കഴിഞ്ഞാൽ ഭയങ്കര അവസ്ഥ. എന്നാലും ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് പേരൊക്കെ കുറേ ചൂണ്ട ഇട്ട് കുറേ ശ്രമിച്ചായിരുന്നു. പക്ഷെ ഒന്നും കിട്ടുന്നില്ല. എന്തെങ്കിലും നമുക്ക് ഇടയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കണേ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. അതെ. ഒന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് വെറുതെ ഓക്കെ ബൈ. ആ ചേട്ടൻ്റെ എക്സ്പ്രഷനിൽ തന്നെ മനസ്സിലാവും. കാരണം ഇവിടുത്തെ ചൂണ്ടിട്ട് പിടിക്കുന്നത് വലിയ എളുപ്പമുള്ള പരിപാടിയല്ല മീൻ. കാരണം കുറച്ച് പണിയുള്ള പരിപാടിയാണ് ഇവിടെ മീൻ പിടിക്കൽ. ഇതാ നോക്കുക ഗൈസ്, മീൻ ഒരുപാട് മീനുണ്ട്. ഇതൊക്കെ കണ്ടു നിന്ന് കഴിഞ്ഞാൽ നേരം പോകണം അറിയില്ല. അതുകൊണ്ട് നമ്മുടെ ബാക്കി പരിപാടികൾ നോക്കാം. ഇവിടെ കുറച്ച് മഴയൊക്കെ പെയ്തു തുടങ്ങിയിട്ടുണ്ട്. ആരും എണീറ്റിട്ടില്ല. കുറച്ച് സമയം എടുക്കും എണീക്കുക. കാരണം അത്യാവശ്യം ലേറ്റായിട്ടാണ് എല്ലാവരും കിടന്നുറങ്ങാറ്. അപ്പോൾ കുറച്ച് ക്ഷീണം കാര്യങ്ങളൊക്കെ ആയിട്ട് ലേറ്റായിട്ട് എണീക്കാറ്. പലരും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യമൊക്കെ ആയിട്ട് ഇന്നലെ ആണെങ്കിൽ പ്രാക്ടീസ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഓരോരുത്തർ ഓരോ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്തു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിട്ടും ലേറ്റായിട്ടാണ് എണീക്കുന്നത്. എന്തായാലും 10 മണിൻ്റെ മുന്നേ എണീക്കും. ആ ഒരു സമയത്തിന് മുന്നേ എണീക്കും. അപ്പോൾ അതാ മഴച്ചാറിൽ ചെറുതായിട്ട് വന്നിട്ടുണ്ട്. ഗായ്സ് ഇനി പോകാൻ പോകുന്നത് എൻ്റെ റൂമിലേക്കാണ്. അതായത് എൻ്റെ റൂം പറയുന്നത് ദേ ഇവിടെയാണ്. ഇവിടെ ഞാൻ പിന്നെ സാരംഗാണുള്ളത്, ഇയാളും പിന്നെ നമ്മുടെ വൈഷ്ണവ്ജിയാണ് ഇവിടെ ഉള്ളത്. ഞങ്ങൾ 3 പേരാണ് ഈ റൂമിൽ നിൽക്കുന്നത്. ഓക്കെ, ഇതാണ് എൻ്റെ റൂം. ഞങ്ങൾ 3 പേരാണ് ഈ റൂമിൽ നിൽക്കുന്നത്. ഇവർ രണ്ടാളും വേറെ എങ്ങോട്ടോ പോകാനുള്ള പരിപാടി കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുമായിരുന്നു. ഫ്രഷായി നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു 2 പേരും. അപ്പോൾ അങ്ങനെ സെറ്റായിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ ഗൈസ്, അപ്പോൾ
ഇതാണ് ഞങ്ങളുടെ പ്രാക്ടീസ് റൂം. ഞാൻ കാണിച്ചു തരാം. ഇതാ ഞങ്ങളുടെ ഇൻസ്ട്രുമെൻസും കാര്യങ്ങളും ഇവിടെയാണ് ഞങ്ങൾ ഈ ഇതൊക്കെ സെറ്റ് ചെയ്യണതും പ്രാക്ടീസ് ചെയ്യണതൊക്കെ ഞങ്ങൾ ഇവിടെയാണ് ചെയ്യാറ്. അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ ആളുണ്ട് ഇവിടെ. അയാൾ എണീറ്റിട്ടില്ല. ഇതാണ് രോഹിന്നല്ലാട്ട്. അവനാണ് ഇത് പ്രോഗ്രാമിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളുടെ പ്രാക്ടീസിൻ്റെ സ്ഥലം ഇതാണ്. ഹായ് ഗൈസ്, അപ്പോൾ ഞാനൊരാളെ കാണിച്ചു തരാം. ഞങ്ങൾക്ക് ഇങ്ങനെ ഫുഡ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്ന ഒരു ചേച്ചിയാണ്. ഇവിടെ അയൽവക്കത്തുള്ള ഒരു ചേച്ചിയാണ്. ഇതാണ് ജെസ്സി ചേച്ചി. ജെസ്സി ചേച്ചിയാണ് ഞങ്ങളുടെ ഫുഡ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. ചേച്ചി വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഫുഡാണ്. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ്. കാരണം ഇവിടെ എറണാകുളത്ത് ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ ഇങ്ങനത്തെ രീതിയിൽ നല്ല രീതിയിൽ ഫുഡ് കിട്ടുക പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമല്ല. ചേച്ചി അടിപൊളി ഫുഡാണ് ഞങ്ങൾക്ക് കൊണ്ടുവരുന്നത്. നല്ല മക്കളാണ്, എൻ്റെ മക്കളെ പോലെ തന്നെ ഞാൻ കരുതണത്. ഓക്കെ, അതല്ല നിങ്ങളുടെ പാട്ട് ഭയങ്കര ഇഷ്ടമാണ് മക്കൾക്ക്. ഞങ്ങളുടെ പാട്ട് ഭയങ്കര ഇഷ്ടമാണെന്നാണ് പറഞ്ഞത് ചേച്ചി. അങ്ങനെ കേൾക്കാറുണ്ട്. ഒരു ദിവസം കേൾക്കാൻ വരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? മോള് പറയണായിരുന്നു കോണേക്കുമ്പോ ഒന്ന് കേൾക്കണോന്ന്. അപ്പോൾ എന്തായാലും കാണാം. നമ്മൾ വന്നാൽ മതി ഇവിടെ. അതാണ് കടല. ഓക്കെ, നൂൽപുട്ടും കടലക്കറിയും. ഓക്കെ, എങ്ങനെയുണ്ട്? കൊള്ളാം ഗായ്സ്. അപ്പോൾ ഞാൻ ഞങ്ങളുടെ വീട്ടിലത്തെ ആകെ ഒരു പെൺതെരിനെ ഞാൻ കാണിച്ചു തരാം. ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടാവും, കാണിച്ചു തരാം. ഇതല്ല കേട്ടോ, അത് പറയും. ഇതാണ്, ദിസ് ഇസ് മാളു. അയ്യോ, ഇതാണ് ഞങ്ങളുടെ മാളു. കുറച്ച് സീനാണ് ആള്. കുറച്ച് പ്രശ്നക്കാരിയാണ്. പിന്നെ വലിയ പ്രശ്നമില്ല ഇപ്പോൾ അല്ലേ? ഇപ്പം ഞങ്ങളായിട്ട് നല്ല ഇണക്കും കാര്യങ്ങളൊക്കെ ആയി സെറ്റായി ആള്. അപ്പം അങ്ങനെയാണ്. ഇതാണ് ഞങ്ങളുടെ മാളു. സോര് പോയി. അങ്ങനെ ബാക്കിയുള്ളവരൊക്കെ എണീക്കാൻ സമയമെടുക്കും. ദിസ് ഈസ് അച്ചുട്ടൻ. എല്ലാവർക്കും അറിയണ്ടായിരിക്കും അച്ചുട്ടനെ. അറിയാത്തവരായിട്ട് ഹായ്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി ഇനി നേരെ പ്രാക്ടീസിന് പോവാണ്. പ്രാക്ടീസിനായിട്ട് അവിടെ എല്ലാവരും റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് അത് കാണാം. ഗായ്സ്, അപ്പോൾ പ്രാക്ടീസ് നടന്നില്ല. 2 പേര് പുറത്ത് പോയതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് പ്രാക്ടീസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ മാങ്ങ ഫ്രണ്ടിൽ തന്നെ, ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു മാവുണ്ടപ്പാവുമെന്ന് കുറച്ച് മാങ്ങ പൊട്ടിച്ചു. എന്തോ പെട്ടെന്നൊരു പൂതി ഒന്നാണ് എല്ലാവർക്കും. കാരണം ഈ മാങ്ങ അങ്ങനെ നിൽക്കണപ്പോൾ മുറിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ സെറ്റാക്കിയതാണ്. ഇത് കുറച്ചേ കേട്ടുള്ളൂ. ഇത് നല്ല എടുത്തിട്ട് അധികം കേട്ടുണ്ടോ? നോക്കടാ ശങ്കര, നോക്കണം. നായി അപ്പുറത്തെ സൈഡിൽ നിന്ന് പണിഷ്മെന്റ് ആണ്. ഒരെണ്ണുള്ളൂ. ഞാൻ തിന്നിട്ടില്ല. അങ്ങനെ ഡയലോഗ് ഹൈലൈറ്റ് ആയിട്ട് ഇട്ടോട്ടോ. ഞാനൊന്ന് പറഞ്ഞ ഒരു പീസ് എടുത്ത് കഴിച്ചപ്പോ എന്തായിരുന്നു? ഒരു പീസ് അല്ല. അങ്ങനെ ഞങ്ങൾ മാങ്ങ തിന്ന് കുറേ തിന്നിരുന്നിട്ട് എന്താണെന്നറിയില്ല, ഉപ്പും മുളകും കൂടെ വന്നപ്പോൾ ആ ഒരു ഭയങ്കര ടേസ്റ്റായി. കാരണം നമ്മളെ നാട്ടിലൊക്കെ ഇരുന്ന് കഴിക്കണ ആ അത്രയും അടിപൊളി ടേസ്റ്റ് വന്നപ്പോൾ ഇങ്ങനെ ഇരുന്ന് സമയം പോയായിരുന്നില്ല. കഴിച്ച് കുറേ കഴിച്ചു. അതിൻ്റെ ഇടയിൽ നമ്മുടെ മാളൂനും കുറച്ച് കൊടുത്തു തോന്നിട്ട്, അതിനുശേഷം മാളൂന് എന്തോ വയ്യായി കണ്ട് തോന്നുന്നു, ഒരു തലകറക്കം പോലെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഗായ്സ്, അപ്പോൾ ഇതൊരു ഫുഡ് വ്ളോഗല്ല. അപ്പോൾ അങ്ങനെ ചിന്തിക്കേണ്ട. ഇത് ഞങ്ങൾ ഇങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ടാണ് കഴിച്ചത്. അതിൻ്റെ ഇടയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ ഞങ്ങളിത് കഴിക്കാതിരുന്നപ്പോൾ ചെറിയൊരു ഊക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ ശങ്കരനെ പിടിച്ചൊന്ന് ഊക്കി
ചെറിയൊരു കാര്യത്തിന്. അപ്പോൾ ശങ്കറിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ, വിഷമങ്ങൾ പറഞ്ഞേക്കണേ. ഓ, അവനെടുത്തായിരുന്നു. ആ, ഞാനെടുത്തിട്ട് വിട്ടാ മതി. സീരിയസ് ആയിട്ട് പറഞ്ഞു. ശങ്കരന് കരയണമെന്നില്ല, നീ ഒക്കെ എല്ലാരും കൂടിയിട്ട് ഇങ്ങനെ ഒരാളെന്നെ ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോ ഞാൻ അമ്മേന് പറ്റണ്ടേ, നീ പറയണത് അമ്മേന് പറ്റണ്ടേ. ഹലോ ഗായ്സ്. അങ്ങനെ ഞങ്ങൾ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തു. കുറേ നേരത്തിന് ശേഷം എല്ലാവരും ഫ്രഷായി കുളിയൊക്കെ കഴിഞ്ഞ് ഒന്ന് ഓക്കെ ആയിട്ടൊന്ന് വൈകുന്നേരമാണെന്ന് ഇരിക്കുന്നത്. അപ്പോൾ സെറ്റായിട്ടിരിക്കുകയാണ് എല്ലാവരും പാടെ. അപ്പോൾ നല്ലൊരു ഭയങ്കര ഒരു വൈബുണ്ട്. പുറത്ത് മഴ വരാൻ ചാൻസ് ഉണ്ട്. ഗായ്സ്, അങ്ങനെ മഴ പെയ്ത സമയത്ത് പ്രാക്ടീസ് ചെയ്യാൻ അടിപൊളി നല്ലൊരു സുഖമായിരുന്നു. കാരണം ചില പാട്ടുകളൊക്കെ പാടുമ്പോൾ ശരിക്കും നമുക്കത് ഫീൽ ആവുമായിരുന്നു. അങ്ങനെ പുറത്ത് മഴ പെയ്തപ്പോൾ നമ്മുടെ മാളൂനി നമ്മളങ്ങോട്ട് കൂട്ടി. കാരണം അവിടുന്ന് വെള്ളം വീണുകൊണ്ട് ആൾക്ക് നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറച്ച് നേരം പാട്ട് കേട്ടോട്ടെ വെച്ചിട്ട് ആളെ നമ്മളങ്ങോട്ട് കൂട്ടി. മാളൂൻ്റെ മുഖത്തേക്ക് നോക്കിയാലേ അറിയാം എനിക്ക് വയ്യ, ഇത് ഒരു സുഖമില്ലാത്ത പരിപാടിയാണ്. ഇവരുടെ ഇടയിൽ ഇങ്ങനെ ഇരിക്കൽ എളുപ്പമുള്ള പരിപാടിയല്ല. അത് അങ്ങോട്ട് തീരെ പറ്റുന്നില്ല ആൾക്ക്. അപ്പം അങ്ങനെ കുറച്ച് നേരത്തിന് ശേഷം ഞങ്ങൾ അവളെ ഇങ്ങനെ ഒഴിവാക്കി. ഗായ്സ്, അങ്ങനെ ഞങ്ങളുടെ പ്രാക്ടീസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് പുതിയ ട്രാക്കുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് തിരക്കും കാര്യങ്ങളിലായിരുന്നു ഇത്രയും ദിവസം. അപ്പോൾ അതൊക്കെ സെറ്റായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇനി വരുമ്പോൾ അതുകൂടെ സെറ്റാക്കിയിട്ടായിരിക്കും ഞങ്ങൾ വരിക. അപ്പോൾ ഒരുപാട് എക്സൈറ്റഡ് ആണ്. ഒരുപാട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് എക്സൈറ്റഡ് ആണ്. കാരണം ഇത് എങ്ങനെ ഞങ്ങൾ സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോൾ ഞങ്ങളിവിടെ തന്നെ പാടുമ്പോൾ ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് പാടാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് ഞങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് തരാൻ പറ്റുമെന്ന് ഉറപ്പാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് എന്നാണ് ഇനി സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ പോകാമെന്ന് എന്നുള്ളൊരു ഇതിലാണ്. അടുത്ത മാസം പ്രോഗ്രാമുണ്ട്, പുറത്ത് പ്രോഗ്രാമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കൂടുതലായിട്ട് ഇങ്ങനത്തെ ട്രാക്കുകളൊക്കെ ചെയ്തത്. അപ്പോൾ ഒരുപാട് എക്സൈറ്റഡ് ആണ്. എന്തായാലും അടിപൊളിയായിരിക്കും എന്ന് ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട്. അപ്പോൾ ബൈ ഗായ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. ഇനി വേറൊരു വീഡിയോ ഇട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും. അപ്പോൾ ബൈ.